ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിളമോള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ. പപ്പടം മുട്ടിക്കാതെ ചോറ് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ, ഞാൻ പപ്പടം കൂടി തിന്നാണ്. വിനീതേട്ടനൊന്ന് കാണിച്ചതായോ എന്ന് പറയുമ്പോൾ വിനീത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിളമോള് പറയാണ്, ഇതൊക്കെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് വിനീതിനെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അന്നേരം വേഗം തന്നെ ഗംഗ ചെന്നിട്ട് പിടിച്ച് മാറ്റിയെടുത്താണ് കേട്ടോ, അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാധമ്മ പറയുന്നുണ്ട്, നിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിനീത് ഒരു അടവെടുത്തതാടി എന്ന് പറയും കേട്ടോ. അതിന് ശേഷം പറയാണ്, അല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കലും പോകുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നിളമോള് പറയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ഉണ്ട്, നീ ഒരിക്കലും പോകുന്നില്ല, അവർ രണ്ടാളും കല്യാണം കഴിഞ്ഞിരിക്കുന്നത്, അവരല്ലേ പോകേണ്ടത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗംഗ പറയാണ്, ഇല്ല ഞാനില്ല, എനിക്ക് തയ്ക്കാനുണ്ട്. അപ്പോൾ വിനീത് പറയാണ്, എനിക്കും തയ്ക്കാനുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേഷ്യം വന്നിട്ട് രാധമ്മ വിനീതിനോട് പറയണേ, അതേ മുല്ലപ്പൂവും അലുവയും കൊണ്ട് മണപ്പിച്ച് നടന്നാൽ പോരാ, സ്നേഹത്തോട് കൂടിയിട്ട് അടുത്ത് പെരുമാറാൻ അറിയണം, അതിനിങ്ങനെയൊക്കെ വേണം എന്ന് പറയാനിട്ട്. ആണോ? അപ്പോൾ രാധമ്മ പറയുന്ന പോലെ ചെയ്യാം, അത് ചെയ്താൽ നിനക്ക് നല്ലത് എന്ന് രാധമ്മ പറയുകയാണേ. അങ്ങനെ വേഗം തന്നെ റെഡി ആവാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ വിനീത് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ പാത്രം വിനീത് തന്നെ എടുക്കുമ്പോൾ ഗംഗ ചെന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട ഞാൻ എടുത്തോളാം, നിളമോളെ കഴിച്ച് കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ എടുത്തോളാം, എനിക്കിതൊക്കെ ശീല എന്ന് പറഞ്ഞ് അങ്ങനെ പാത്രമൊക്കെ എടുത്ത് പോകുകയാണ്. അപ്പോൾ ഗംഗ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവൻ കൈ കഴുകി വരുമ്പോഴേക്കും ഇനി റെഡി ആയിട്ടിരിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ വിഷമത്തോട് കൂടിയിട്ട് ഗംഗനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കാവേരി കുരിഞ്ഞുമലയിലേക്ക് വരികയാണേ. അപ്പോൾ നിവിനും ഉണ്ട്. രണ്ടുപേരും കൂടെ ഇങ്ങനെ വന്നിട്ട് കാവേരി ആ തോട്ടത്തിലൊക്കെ നോക്കിയിട്ട് ഒരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ. അരവിന്ദൻ മക്കളെയും ഭാര്യനെയൊക്കെ കൂട്ട് അവിടെ വന്നതും അത് തമ്മിലുള്ള സന്തോഷ നിമിഷങ്ങളും അതുപോലെ തന്നെ ഈ മല ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, എന്നാലേ ഈ കുരിഞ്ഞുമല ഞാൻ വാങ്ങിച്ചു എന്ന് പറയുന്നൊരു ഭാഗം കൂടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ കാവേരിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം വന്നിട്ട് പെട്ടെന്ന് തന്നെ അച്ഛാ, എൻ്റെ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിച്ചിങ്ങോട്ട് ഒന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവനിങ്ങനെ ഓടി വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വിനീത് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഒരു സ്പ്രേ എടുത്തടിക്കാൻ പോകുമ്പോൾ നിളമോള് വന്നിട്ട് പറയും, ആ സ്പ്രേ അടിക്കേണ്ട, ആ സ്പ്രേക്ക് അത്ര നല്ല മണമല്ല, ഞാനൊരു സ്പ്രേ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേറൊരു സ്പ്രേ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. ഇത് അച്ഛൻ കൊണ്ടുവന്നതാന്ന് പറയും കേട്ടോ. ആണോ, ഇതുപോലത്തെ വിനീതേട്ടന് തന്നിട്ടുണ്ടായല്ലോ, വിനീതേട്ടന് ഉപയോഗിച്ചില്ലേ അതെന്ന് ചോദിക്കട്ടോ. അത്തറ സ്പ്രേ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കീതിച്ചെടുത്തുകൊണ്ട് പോകും, എനിക്കതൊന്നും കിട്ടാറില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ നിളമോൾ അടിച്ചു കൊടുക്കാൻ കേട്ടോ. കുറച്ചും കൂടെ അടിക്കി എന്ന് വിനീത് പറയുമ്പോൾ വേണ്ട, ഇനി അടിച്ചിട്ടുണ്ടെങ്കിൽ ഗംഗ ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ല പുറത്തു പോകുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തു പോകുന്നത് എനിക്കെങ്ങനെ മനസ്സിലായി? അതൊക്കെ അറിയാനുള്ള പ്രായമൊക്കെ എനിക്കായിട്ടുണ്ട്, അമ്പടി കള്ളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാണ് വിനീത്. ഈ സമയത്ത് ഗംഗയാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങുന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വിഷമിച്ചിട്ട്. അപ്പോൾ രാധമ്മ വന്നിട്ട് ചോദിക്കും, നീ ഈ നേരമായിട്ട് പോയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. വേണോ അച്ഛമ്മേന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേണം, ഉറപ്പായിട്ടും വേണം, നീ വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്, ഈ ഡ്രസ്സ് പോരെ, വേണ്ട ഈ ഡ്രസ്സ് വേണ്ട, സാരി ഉടുക്കണം, ചെല്ല് വേഗം ചെല്ല് എന്ന് പറഞ്ഞിട്ട് രാധമ്മ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നിളമോളും വിനീതും കൂടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഗംഗ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്നെ കാണാനൊക്കെ വിനീത് ചോദിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ നിളമോള് പറയുകയാണേ. അപ്പോൾ ഗംഗ വന്നിട്ട് പറയും, അത് എനിക്ക് പോകാമെന്ന് പറയും കേട്ടോ വിനീത്. പോകാം, എനിക്കൊരു 2 മിനിറ്റ് വേണം, അതിന് ഡ്രസ്സ് മാറാനാ, ഒന്ന് പുറത്തേക്ക് നിൽക്കും. അതിനെന്താ, പുറത്തേക്ക് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകുകയാണേ. പിന്നെ കാണിക്കുന്നത് നിവിനെയും കാവേരിനെയാണ് കേട്ടോ. അപ്പോൾ കാവേരി അന്ന് കരഞ്ഞുകൊണ്ട് അപ്പോൾ പറയുന്നുണ്ട്, ഈ തോട്ടം വാങ്ങിക്കാൻ പോകുന്നതെന്നല്ല അച്ഛൻ പറഞ്ഞത്, വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത് എന്നൊക്കെ. ഈ സമയത്ത് ജയപാലിൻ്റെ ആയ ഒരു തോട്ടം തൊഴിലാളി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ അയാൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ കാവേരി നിവിനോട് പറയുന്നത്, അങ്ങനെ തോട്ടം വാങ്ങിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു എന്ന് അച്ഛൻ പറയില്ല എന്ന് പറയണേ. അപ്പോൾ നിവിൻ പറയാണ്, ചിലപ്പോൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിലോ, റേഷ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അങ്ങനെയല്ല അച്ഛൻ പറഞ്ഞത്, ആ തുക മുഴുവൻ കൊടുക്കാതെ തോട്ടം വാങ്ങിച്ചെന്ന് ഒരാൾ പറയുമോ? ഒരിക്കലും അങ്ങനെ അച്ഛൻ പറയില്ല. ഇനി രജിസ്ട്രേഷൻ മാത്രമേ ബാക്കിയുള്ളൂ, അത് അടുത്ത ആഴ്ചയാണെന്ന് മാത്രമാണ് എന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ തോട്ടം വാങ്ങിക്കാതെ ഒരിക്കലും അച്ഛൻ ഞങ്ങളെ കൊണ്ട് കാണിക്കില്ല നിവിൻ എന്നൊക്കെ പറയാൻ കേട്ടോ. നിവിൻ എന്തായാലും ജയപാലിൻ്റെ ഭാഗത്തല്ലേ നിൽക്കുള്ളൂ. ജയപാലനാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത്, എൻ്റെ അച്ഛനെ ചതിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജയപാലൻ നിവിൻ്റെ അങ്കിളായതുകൊണ്ട് നിവിൻ ജയപാലിൻ്റെ ഭാഗമല്ലേ പറയുള്ളൂ എന്ന് പറയുകയാണേ. അന്നേരം നിവിൻ പറയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തോട്ടം വാങ്ങിച്ച കാര്യം ജയപാലൻ അങ്കിൾ എന്നോട് പറഞ്ഞത് എനിക്ക് കാവേരിനോട് പറയേണ്ട കാര്യമുണ്ടോ? കാവേരിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എനിക്ക്? ഞാനിത് രഹസ്യമായിട്ട് വെക്കല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ.
എനിക്കങ്ങനെ ഒരാളെ പറ്റിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ നിവിൻ പറയട്ടോ. സോറി നിവിൻ എന്ന് കാവേരി ആ സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, ഇമോഷണലായിട്ട് കാവേരി ഇതിനെ സമീപിച്ചതുകൊണ്ട് കാര്യമില്ല, ഇത് ശരിക്കും നമ്മൾ ഇതിനുള്ള തെളിവുകൾ കണ്ടെത്തണം. അതിന് ഈ തോട്ടം മുമ്പ് ആരായിരുന്നു വാങ്ങിച്ചിരുന്നത്, ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് അറിയണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കാണിക്കുന്നത് ഗംഗയും വിനീതും കൂടിയിട്ട് ഇങ്ങനെ നടന്ന് പോകാണ് കേട്ടോ. അപ്പോൾ ഗംഗ സാരി കൊടുത്തിട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിനീത് ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് ഗംഗനെയായിട്ട് ഇതുപോലെ ഒന്ന് നടക്കണമെന്ന്. എത്ര വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. ഗംഗനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കാണ് കേട്ടോ വിനീത്. അപ്പോൾ ഒരു കല്ല് അവിടെ ഫ്രണ്ടിൽ കിടക്കുമ്പോൾ നിൽക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഗംഗനെ അവിടെ നിർത്താണേ. ഇതേ ഒരു കല്ല്, ഇത് ആരെയും റോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ ഗംഗയുടെ കാലിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ പൊട്ടൂലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കല്ല് ദൂരേക്ക് വലിച്ചെറിയാണ് കേട്ടോ. അപ്പോൾ ഗംഗന് അതുപോലെ ഒരു കാറ് വരികയാണ്. കാറ് വരുമ്പോൾ വേഗം പിടിച്ച് വലിച്ച് മാറ്റുകയാണ് കേട്ടോ. ദേ കണ്ടില്ലേ കാറ് വരുന്ന കണ്ടില്ലേ, നോക്കി നടക്കണ്ടേ. ആ കാറ് മേത്ത് തട്ടിയിരുന്നെങ്കിലോ. ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നടക്കുന്നത്. ഇപ്പുറത്ത് കൂടെ നടക്കുന്നു, അത് ഇപ്പുറത്തേക്കൊക്കെ പിടിച്ച് നടത്താണേ. ഒരു കുട്ടീനെ നോക്കുന്നത് പോലെയാണ് കേട്ടോ ഗംഗനെ നോക്കുന്നത്. പക്ഷേ ഗംഗയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒരു ഭാര്യനോടുള്ള ഒരു രീതിയിലുള്ള സംസാരമോ സ്നേഹമോ അല്ല കാണിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിനെ നോക്കുന്ന പോലെയാണ് ഗംഗനെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഗംഗ ചോദിക്കുകയാണ്, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഒരു സ്ഥലത്തേക്ക്. ഒരുപാട് ദൂരമുണ്ട്? കുറച്ച് ദൂരമുണ്ട്. നമ്മൾ നടന്നാണ് പോകുന്നത്? അല്ല നടന്നല്ല, നമുക്ക് തയ്യൽ കടര അവിടെ നിന്ന് പോകാം, വണ്ടിയിൽ പോകാം, ഇവിടുന്ന് ബസ്സൊന്നും ഇല്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കുറിഞ്ഞിമലയ്ക്കാണ് പോകുന്നതെന്ന് പറയാണ് കേട്ടോ. കുറിഞ്ഞിമല എത്ര തവണ ഞാൻ കണ്ടിട്ടുള്ളത്? 2000 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. അത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗംഗയ്ക്ക് ഒട്ടും താല്പര്യമില്ല അവിടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഗംഗയ്ക്കാണെന്നുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ. എനിക്ക് പുതിയ സ്ഥലങ്ങൾ കാണണം, പുതിയ ആൾക്കാരെ കാണണം, പുതിയ ജീവിതം വേണമെന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെയാണ് കേട്ടോ. അപ്പം അതൊന്നും തന്നെ ഗംഗയ്ക്ക് കിട്ടിയില്ലല്ലോ. പിന്നെ ഗംഗ അങ്ങനെ അപ്പുറത്തെ കടയിലേക്കൊക്കെ വിനീത് കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ട് തയ്യലിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. തയ്യക്കടയിൽ നിന്നാണ് ഞാൻ എംബ്രോയ്ഡറി കണ്ണാട മേടിക്കാറ്. അപ്പുറത്തെ തയ്യക്കട കണ്ടില്ലേ, അത് ആനന്ദേട്ടൻ്റെ കടയാണ്. ആനന്ദേട്ടൻ്റെ തയ്യൽ കണ്ടിട്ടാണ് ഞാൻ തയ്യൽക്കാരനായതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ കേട്ടോ. തയ്യലിൻ്റെ കാര്യങ്ങൾ മാത്രമേ വിനീത് ഗംഗനോട് സംസാരിക്കുന്നുള്ളൂ. ഇത് ഭയങ്കര അരോചകമായിട്ട് തോന്നുകയാണ് കേട്ടോ ഗംഗയ്ക്ക്. അങ്ങനെ ഞാൻ വിനീതേട്ടൻ കല്യാണം കഴിച്ചാൽ തയ്യലിൻ്റെ കാര്യം മാത്രമല്ല സംസാരിക്കാനുള്ളൂ എന്ന് അച്ഛനോട് പറഞ്ഞതും ഗംഗ ആ സമയത്ത് ആലോചിക്കാൻ കേട്ടോ. പിന്നെ കടയിൽ അവിടെ എത്തിയപ്പോൾ കടയിലായൊരു ഗംഗരെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഗംഗരെ ഫോട്ടോ ആദ്യം ഞാൻ മാച്ച് കളഞ്ഞെങ്കിൽ പിന്നീട് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടയിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ സലീമിക്ക് പറയും, ഇതാരത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗംഗയ്ക്ക് ഒരു കസേര ഇട്ട് കൊടുക്കുകയും ആ കസേര തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇരിക്കുന്നു പറയുമ്പോൾ ഗംഗ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് വിനീതും ആ മെഷീത്തിൻ്റെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഈ മെഷീൻ ആര് വാങ്ങിച്ചതെന്നാണെന്ന് അറിയോ? ഇത് അരവിന്ദനങ്ങളാ. ഒരു കാര്യം ചെയ്യും, ഗംഗ ഇതിലൊന്ന് ഇരിക്കുമെന്ന് പറയും കേട്ടോ. ഗംഗ ഇരിക്കാൻ കൂട്ടാക്കൂല, നിർബന്ധിച്ച് ഇരുത്താണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടിച്ച് നോക്കാൻ പറയും കേട്ടോ. അപ്പോൾ ഗംഗ അത് അടിച്ച് നോക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഗംഗനെ നോക്കി ഇരുന്നിട്ട് പറയുകയാണ്, ഞാൻ എത്ര കാലമായിട്ട് കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ മെഷീത്തിൽ ഗംഗ ഒന്ന് തൊടാനായിട്ട്. ഇവിടെ ലേഡീസ് തൈൽ എടുക്കാത്തത് ഗംഗ ഇവിടെ ഗംഗയ്ക്ക് വേണ്ടിയിട്ടാണ്, ഗംഗയ്ക്ക് തയ്ക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ ലേഡീസിൻ്റെ സ്റ്റിച്ചിങ് എടുക്കാത്തത്. ഇനി എന്തായാലും എടുക്കാം. അവിടെ ഒരു ചെയർ ഇട്ടിട്ട് അവിടെ ഒരു മെഷീൻ ഇട്ടിട്ട് അതിൽ ഗംഗയ്ക്ക് ഉരിക്കാം എന്ന് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഗംഗ ടൈലേഴ്സിൻ്റെ ഓണർ ഗംഗയായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുഖത്തോട് ഇങ്ങനെ നോക്കിയിരിക്കാൻ കേട്ടോ. പക്ഷെ എന്തോ ഗംഗയ്ക്ക് ആ സംസാരങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്താ വെച്ചാൽ തയ്യലിൻ്റെ കാര്യം മാത്രമല്ലേ സംസാരിക്കുന്നുള്ളൂ. സ്നേഹത്തോടെ പ്രണയത്തോടെ ഒന്നും വിനീത് ഗംഗനോട് സംസാരിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഗംഗയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പ്രമോ ആണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ അത്രയേ ഉള്ളൂ. പ്രമോല് ആ ഒരു ആളെ അന്വേഷിച്ച് ഇറങ്ങാനിട്ട്. അപ്പോൾ തോട്ടം തൊഴിലാളിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കാവേരിയും നിവിനും കൂടിയിട്ട് ഈ തോട്ടം മുമ്പ് ആരുടെ ആയിരുന്നു എന്ന്. അപ്പോൾ നരയനായിരുന്നു ആ ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഇനി നരയനെ കണ്ടുമുട്ടുന്ന ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ അയാളത് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കടയിലേക്ക് സുജാത വരികയാണ് കേട്ടോ. സുജാത വരുന്ന സമയത്ത് ഗംഗ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഗംഗനെ കാണുമ്പോൾ തന്നെ ഇപ്പം കടയിലായോടി പ്രതിഷ്ഠ, നിന്നെ ഞാൻ സമ്മതിച്ചു, എന്നാലും നീ എൻ്റെ മോനെ സാരിത്തുമ്പിലിട്ട് കൊണ്ട് നടക്കുന്നുണ്ടല്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയാണ് കേട്ടോ. നീ അങ്ങനെ വിജയിച്ചു എന്നൊന്നും കരുതണ്ടടി, നിങ്ങളങ്ങനെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല, അവൻ്റെ താലി കഴുത്തിന്ന് വിചാരിച്ചിട്ട് നീ അഹങ്കരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് താലി വലിച്ച് പൊട്ടിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്.